കേരളത്തിൽ വില കുതിച്ചുയരുമ്പോഴും അയൽ സംസ്ഥാനങ്ങളിലെ പച്ചക്കറി കർഷകർ തീരാ ദുരിതത്തിലാണെന്ന് വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ കർഷകർക്ക് 1 കിലോ തക്കാളിക്ക് കിട്ടുന്നത് 50 പൈസയും 1 രൂപയും ഒക്കെയാണ്. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന മലയാളി കർഷകർക്കും നഷ്ടത്തിന്റെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. തക്കാളിക്ക് എത്രയാ വില? 1 രൂപ 50 പൈസ വില ഭയങ്കര കുറവാ. എല്ലാ വാനാനിട്ട് പൈസ കടം വാങ്ങിയിട്ട് എല്ലാം കൃഷി ഇട്ടതാ. ഭയങ്കര നഷ്ടമായി. ഇതാണ് കർണാടകയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ അവസ്ഥ. കർഷകരുടെ ഒരു ഉൽപ്പന്നങ്ങൾക്കും വിലയില്ല. ഈ പ്രദേശങ്ങളിൽ ഭൂമി പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി നടത്തുന്ന മലയാളികളും ദുരിതത്തിലാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച 4 വർഷമായി കർണാടകയിൽ കൃഷി ചെയ്യുന്ന കൊടുവള്ളി സ്വദേശി മനാഫിന് നഷ്ടത്തിന്റെ കണക്കുകളെ പറയാനുള്ളൂ. 14 റുപ്യുള്ള വത്തക്ക അത് വെറും 2 റുപ്യക്കാണ് കൊടുത്തത്. 2 റുപ്യക്ക് 2 ഏക്കർ സ്ഥലത്ത് വത്തക്ക ഇട്ടിട്ട് 2.5 ലക്ഷം റുപ്യ ചെലവ് വന്ന വത്തക്കക്ക് ഞങ്ങൾക്ക് കിട്ടും വെറും 30,000 റുപ്യ. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തുമ്പോൾ ഏജന്റുമാരാണ് വില നിശ്ചയിക്കുന്നത്. ഈ ഭാഗത്തെ ഗുണ്ടൽപേട്ട് തൃക്കണാമ്പി മാർക്കറ്റുകളിൽ നിന്നാണ് മലബാറിന്റെ പല മേഖലകളിലേക്കും പച്ചക്കറി എത്തുന്നത്. ഇവിടെ നിന്നുള്ള വാഹനക്കൂലിയും ചെക്ക് പോസ്റ്റിലെ മാമൂലുമൊക്കെ കഴിഞ്ഞ് കേരളത്തിലെത്തുമ്പോഴേക്കും പച്ചക്കറി വില പല മടങ്ങാകും. കർഷകരുടെ അവസ്ഥ എല്ലായിടത്തും ഒന്നു തന്നെ. പച്ചക്കറിയുടെ വിലവർധനവിനെക്കുറിച്ചും അമിതമായ മരുന്നടിയെക്കുറിച്ചും കേരളത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും കർണാടകയിലെ കർഷകർക്ക് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. ഗുണ്ടൽപേട്ടിൽ നിന്നും ക്യാമറാമാൻ മനു റോയ്ക്കൊപ്പം കമൽ, റിപ്പോർട്ടർ.